Why? കുവൈത്തിൽ സിവിൽ ഐഡി തട്ടിപ്പിനിരയായ നൂറുകണക്കിന് പ്രവാസികളെ വിളിച്ചുകൂട്ടി യുവജന സംഘടനയായ യൂത്ത് ഇന്ത്യ ഇരകളുടെ സംഗമം സംഘടിപ്പിച്ചു. മൊബൈൽ കമ്പനി പ്രതിനിധികളും നിയമവിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്ത പരിപാടിയിൽ നൂറുകണക്കിന് പേർ തങ്ങളുടെ ദുരനുഭവങ്ങൾ വിവരിച്ചു. ഇരകൾക്ക് വേണ്ട നിയമോപദേശങ്ങളും പരിപാടിയുടെ ഭാഗമായി നൽകി. മൊബൈൽ കമ്പനികളുടെ സബ് ഏജൻസികളിൽ CCTV സംവിധാനം ഏർപ്പെടുത്തുക, കണക്ഷൻ ലഭിക്കാൻ സിവിൽ ഐഡിക്കൊപ്പം പാസ്പോർട്ടും വേണമെന്ന നിയമം വെക്കുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്ന പരിപാടിയിൽ തട്ടിപ്പിനിരയായവർ തങ്ങൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾ മൊബൈൽ കമ്പനി പ്രതിനിധികളുടെ മുന്നിൽ അവതരിപ്പിച്ചു. വിഷയം മാധ്യമങ്ങളുടെ സഹായത്തോടെ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും പെട്ടെന്ന് പരിഹാരം കാണേണ്ടതുണ്ടെന്നും സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്നും ഏഷ്യൻ കൾച്ചറൽ ഫോറം ഡയറക്ടർ അബ്ദുൽ അസീസ് അൽ ദുവൈജ് പറഞ്ഞു. ഇരകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ കൈക്കൊള്ളുമെന്നും തങ്ങളുടെ കമ്പനിയിൽ നിന്നും ഇതുവരെ തട്ടിപ്പിനിരയായവരുടെ കേസുകൾ പിൻവലിക്കുന്നതിന് എല്ലാവിധ സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്നും വത്തനിയ മൊബൈൽ ഫ്രോഡ് കൺട്രോൾ മാനേജർ തോമസ് ഷെട്ടി പറഞ്ഞു. ഇരകളുടെ വിശദമായ വിവരങ്ങൾ ശേഖരിച്ച യൂത്ത് ഇന്ത്യ എല്ലാ മൊബൈൽ കമ്പനികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരെ നേരിൽ കാണുന്നതിനുള്ള സംവിധാനങ്ങൾ സ്വീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വത്തനിയ ഡാറ്റാ സെന്റർ ഡയറക്ടർ ബദർ, കോർ ട്രാൻസ്മിഷൻ IP ഓപ്പറേഷൻസ് മാനേജർ പ്രഭ്ജിത് സിംഗ്, KIG പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തൂവൂർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. അൽ യാക്കൂത്ത് ലീഗൽ ഗ്രൂപ്പിന്റെ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് അനൂപ് വാസു തട്ടിപ്പിനിരയായവർക്ക് വേണ്ട നിയമോപദേശങ്ങൾ നൽകി. യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് E അർഷാദ് അധ്യക്ഷനായിരുന്നു. മീഡിയ 1 കുവൈത്ത്.